നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 6 മാസം പിന്നിട്ട പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് ഒരു പുതുമുഖം കൂടി എത്തിയിരിക്കുന്നു. ഇടുക്കിയുടെ ആവേശമായ ശ്രീ എം എം മണി. വൈദ്യുത മന്ത്രി ശ്രീ എം എം മണിയാണ് ചോദ്യം ഉത്തരം പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം മണിയാശാനെ. മണിയാശാൻ മന്ത്രിയാകുമെന്ന വാർത്ത വന്ന സമയത്ത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലരൊക്കെ സ്കൂളിൽ പോയത് വെറുതെയായി എന്നും മറ്റുമുള്ള ചില കമൻറ്റുകൾ എഴുതിയിരുന്നു. അത്തരം കമൻറ്റുകളുടെ ചരിത്രബോധമില്ലായ്മയെക്കുറിച്ച് നമുക്കിപ്പോൾ സംസാരിക്കേണ്ടതില്ല. ഏതായാലും മണിയാശാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു യൂണിവേഴ്സിറ്റിയിലും പോയിട്ടില്ല, PhD ഒന്നും എടുത്തിട്ടില്ല, ഡിഗ്രി ഒന്നുമില്ല, തൊഴിലാളിയായി ജീവിച്ചു, തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ചു. ആ പരിചയം മാത്രമാണ് മണിയാശാനെ ഈ പദവിയിൽ എത്തിച്ചിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ മണിയാശാൻ ഒരു നല്ല തൊഴിലാളിയായിരുന്നു അല്ലേ? ഞാൻ ജീവിതത്തിൽ ചെയ്യാത്ത ജോലികളുണ്ടാവില്ല. ഞങ്ങൾ 55-ലാണ് അങ്ങോട്ട് കുടിയേറി, 1955. അവിടെ ചെന്ന് ഞങ്ങൾ അന്നേരം ഭൂമി ഇല്ലായിരുന്നു എങ്കിലും നേരത്തെ ഭൂമി വെട്ടിയെടുത്ത് കൃഷിയൊക്കെ ചെയ്തിരുന്നൊരു കൂട്ടരുടെ ഭൂമിയും ഒരു വീടും അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ താമസിക്കാൻ തൽക്കാലം വാങ്ങി. എന്നിട്ട് പിന്നീടാണ് ഞങ്ങളൊരു 6 ഏക്കർ ഭൂമി വിലയ്ക്ക് മേടിച്ചു. ഞങ്ങൾ വെട്ടി തെളിച്ചെടുത്തതല്ല, വിലയ്ക്ക് വാങ്ങിച്ചതാണ്. അന്നത്തെ നില 900 രൂപയാണ് അതിന് വില കൊടുത്തത്. ആ ഭൂമിയിലാണ് ഞങ്ങൾ ജീവിച്ചത്. അതുകൂടാതെ 1 ഏക്കറും കൂടെ വാങ്ങി 7 ഏക്കർ ഭൂമിയായിരുന്നു ഞങ്ങൾ. അത് വിലയ്ക്ക് തികച്ചും വാങ്ങി കൃഷി ചെയ്ത് ഒരു 2 വർഷം പട്ടിണിയും ദാരിദ്ര്യവും എല്ലാമായിരുന്നു. അന്ന് കൃഷിപ്പണി ചെയ്യുന്നത് ഞാൻ കൊച്ചാണ്. എനിക്കെന്നൊരു 11 വയസ്സ് കൂടുതലില്ല. അവിടെ അപ്പോഴത്തേക്കൊക്കെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്നു. അമ്മയുമായിട്ട് കൃഷിപ്പണിയാണ്, കുടുംബത്തെ നോക്കുക എന്നുള്ളത്. അതെ, അമ്മയും ഞാനുമാണ് യഥാർത്ഥത്തിൽ കൃഷിപ്പണി ചെയ്തിരുന്നത്. ആ ജോലി ചെയ്ത 1 രൂപ, 6 ദിവസം ജോലി ചെയ്ത് 6 രൂപ കിട്ടും. 6 രൂപ വാങ്ങി ശമ്പളം ശനിയാഴ്ച വൈകുന്നേരം കിട്ടുമ്പോൾ അതും കൊണ്ട് മൂന്നാറിൽ പോയി അരിയും പച്ചക്കറിയും വാങ്ങി വീട്ടിൽ കൊണ്ട് കൊടുത്ത് പോകുന്ന സമ്പ്രദായമായിരുന്നു എനിക്കുള്ളത്. ചെറുപ്പം മുതലേ കുഞ്ചിത്തണ്ണിയിലേക്ക് 85 കിലോ കപ്പ തലച്ചുമടായിട്ട് ചുമന്ന് അത്തരം മൈലുകളിൽ താണ്ടുമായിരുന്നു മണിയാശാൻ. കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ചുമടും ചുമക്കുമായിരുന്നു. ചുമട്, കൃഷിപ്പണി, കിള, മരത്തെ കയറ്റം, തോട്ടത്തിൽ ഏലം കൃഷിയുടെ സകല പണിയും, അതല്ലാതെ കാർഷിക വൃത്തി മുഴുവൻ കൃഷി ജോലികളും അറിയാം എനിക്ക്. ഈ 1958 വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് ദേവികുളത്ത് നടന്നു. ഞാനന്നുകൊണ്ട് റോസമ്മ പുന്നൂസിന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് 14-ാം വയസ്സിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയുമായിട്ട് രംഗത്ത് വരുന്നു. 50 വർഷമായിരിക്കുന്നു ഇപ്പം, 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 1/4 നൂറ്റാണ്ടിലേറെ കാലം CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇടുക്കിയിലെ. സമരതീഷ്ണമായിരുന്നില്ലേ ഈ കാലഘട്ടം എന്ന് പറയുന്നത്? 58-ലെ ബൈ ഇലക്ഷനൊക്കെ എനിക്ക് ഭയങ്കര ആവേശം ഉണ്ടാക്കിയതാണ്. ആവേശം. ഇമ്പിച്ചു ബാബ, VS ഇവർക്കായിരുന്നു അന്ന് അതിന് നേതൃത്വം. ഇമ്പിച്ചു ബാബ അന്ന് കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. 58-ൽ EMS-ൻ്റെ ഗവൺമെൻറ് ഉള്ളപ്പോൾ ബൈ ഇലക്ഷന് മന്ത്രിമാർ അവിടെ പോകേണ്ടതില്ല എന്നന്ന് തീരുമാനിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പ്രചരണത്തിന് പോയില്ല, ആരും പോയില്ല. ഇന്നാണേ മന്ത്രിമാരെല്ലാം അവിടെ പോയി തമ്പടിക്കും, പോയി ജയിപ്പിക്കാൻ വേണ്ടി. ഒറ്റ മന്ത്രിമാർ പോലും പോയില്ല. അങ്ങനെയാണെന്ന് തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലല്ല, ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം എത്തിയിട്ടുണ്ട് അവിടെ. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ എല്ലാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ നേതാക്കന്മാരെല്ലാം തന്നെ അവിടെ വന്നിട്ടുണ്ട്. അത്ര സാർവദേശീയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ റോസമ്മ 7549 വോട്ടിനാണ് ജയിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ജയിച്ചു. ഞാൻ അതിനകത്തൊക്കെ ഒന്ന് കൊച്ചാണ്. ഇതിനകത്തെല്ലാം നിരന്തരമുണ്ട് പ്രകടനം, മീറ്റിങ്. എനിക്ക് 5 വീടിൻ്റെ ചാർജായിരുന്നു പോളിങ്ങിൻ്റെ. ഈ ആളുകളെ ബൂത്തിൽ കൊണ്ടുപോയി നിർത്തുക, അതെല്ലാം ഞാൻ കൃത്യമായി ചെയ്തു. പയ്യനാണെങ്കിലും ഞാൻ പോയി. അന്ന് വലിയ വാശിയാണ്, നമ്മൾ ചെന്നാൽ മതി, അവർ വരും. അതാണ് അന്നത്തെ രീതി. പക്ഷേ EMS-ൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ 57 വന്നപ്പോൾ തന്നെ ഒഴിപ്പിക്കലെല്ലാം നിർത്തിവെച്ചു. ജന്മിമാരൊഴിപ്പിക്കുന്നു, അതെ, അവിടുത്തെ ഒഴിപ്പിക്കൽ പോലും എല്ലാം നിർത്തിവെച്ച് ഓർഡറായി. അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. ആ ഗവൺമെൻറ്റിനെതിരെ വിമോചന സമരം വന്നു. ആ സമരത്തിൽ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ മുക്കൂട്ടു മുന്നണി, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വന്നു. ആ ഗവൺമെൻറ് അയ്യപ്പൻകോവിൽ 1450 കൃഷിക്കാരെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചു. അതേ തുടർന്നുള്ള സംഭവങ്ങൾ അത് 61-ൽ അമരാവതി AKG ഇരുന്ന നിരാഹാര സത്യാഗ്രഹം. അങ്ങനെ യഥാർത്ഥത്തിൽ ഇതിൽ അന്ന് ഞങ്ങൾക്കിതിൻ്റെ പിന്നിൽ കൂടിയേ പറ്റൂ. അതാണ് സാഹചര്യം. അന്ന് അതിൻ്റെ കക്ഷിയും രാഷ്ട്രീയവും ആദ്യഘട്ടത്തിലൊന്നുമില്ല, എല്ലാവരും കൂടുമായിരുന്നു. കാരണം എല്ലാവരുടെയും ഒരു നിലനിൽപ്പായിരുന്നു. പിന്നീടൊക്കെയാണ് കക്ഷിയും രാഷ്ട്രീയവും എല്ലാം പിന്നീടാണ് വന്നത്. ഏതായിരുന്നാലും അങ്ങനെ
നിരന്തരമായ അങ്ങനെ ഞാനൊരു കർഷക സംഘത്തിൻ്റെ പ്രവർത്തകൻ നേതാവുമായി മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ആ സമരവും പ്രക്ഷോഭണവും ആയിട്ട് മുന്നോട്ട് പോയി. പാർട്ടി രണ്ടായി ഘട്ടത്തിൽ. ഞാൻ CPM-നോടൊപ്പം നിന്നു. പാർട്ടി അംഗമായിരുന്നില്ല. എനിക്ക് പാർട്ടിയിൽ അംഗമാകണമെന്ന് തോന്നിയില്ല അന്ന്. ഒരു പ്രാഥമിക രാഷ്ട്രീയ ബോധമേ ആദ്യമുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നൊക്കെ ഉള്ള ബോധവും അതിൻ്റെ ഒരു ആവേശമാണ്. അപ്പം നമുക്ക് അവരുടെ സഹായം വേണമായിരുന്നു ഞങ്ങളുടെ പ്രദേശത്ത്. അതായിരുന്നു. എന്നാൽ പിന്നീടാണ് മാർക്സിസം ലെനിനിസം, ലോഹ വിപ്ലവം, സോവിയറ്റ് വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇങ്ങനെ എന്താണ് മാർക്സിസം, ഇത്തരം കാര്യങ്ങളെപ്പറ്റിയെല്ലാം എൻ്റെ സഹപാഠികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞത്. അങ്ങനെ വന്നപ്പം ഒന്ന് സമരവും പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള വ്യഗ്രത, നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം, അവിടുത്തെ ഒടിപ്പിക്കൽ പോലുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ എനിക്ക് പാർട്ടിയിൽ അംഗമാകണം എന്ന് എനിക്ക് തോന്നി, ആവേശം തോന്നി. അങ്ങനെയാണ് ഞാൻ താലൂക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയെ കണ്ട് എന്നെ പാർട്ടി മെമ്പർഷിപ്പിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇത് 65 പാർട്ടി രണ്ടായി കഴിഞ്ഞാണ്. അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 66 എനിക്ക് മെമ്പർഷിപ്പ് കിട്ടി. അല്ല, പക്ഷേ ഈ ഇടുക്കിയിലെ ഈ തൊഴിലാളി വർഗ പ്രവർത്തനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷവും എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുമ്പ് പോലും ഈ കങ്കാണികൾ ഏലത്തിലെ തട്ടുകൊണ്ട് തൊഴിലാളികളെ അടിക്കുകയും സ്ത്രീകളെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രബുദ്ധ കേരളത്തിലെ ഒരു ജില്ലയായിരുന്നു ഇടുക്കി എന്ന് പറയുന്നത്. അതെ, കാരണം എന്നാ, അന്ന് കണ്ണന്തേവനടക്കമുള്ള തേയിലത്തോട്ടങ്ങളിലും അതുപോലെ ഏലത്തോട്ടങ്ങളിലും എല്ലാമുള്ള തൊഴിലാളി തമിഴ്നാട്ടിൽ നിന്നും കങ്കാണിമാർ മുഖാന്തരം റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നു. അവർക്ക് തലവരിപ്പണം കൊടുത്തിട്ടാണ്, കമ്മീഷൻ കൊടുത്ത്. ഇവിടെ സബ് കങ്കാണിയുണ്ട്, അയക്ക് കമ്മീഷൻ, വലിയ കങ്കാണിയുണ്ട്. വലിയ കങ്കാണിയെ റിക്രൂട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നത് ഇവർക്കൊക്കെ കമ്മീഷനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭയങ്കര ഭീകരതയാണ്, ചൂഷണം. മൂന്നാറിലൊക്കെ കണ്ണന്തേവൻ മലമുകളിലെന്നൊക്കെ പറഞ്ഞാൽ വലിയ ചൂഷണം, കാലാവസ്ഥ, കാട്ടുമൃഗങ്ങളെ, മലമ്പനി, അതിനിടെ മരിച്ചു പോകും തൊഴിലാളികൾ, ഇവരുടെ പീഡനം, സായിപ്പന്മാരുടെ വെള്ളക്കാരുടെ പീഡനം, അത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പിന്നെ നാട് വിട്ട് അന്ന് ഒളിച്ച് തമിഴ്നാട്ടിന് പോയവരുണ്ട്. ഞാനൊക്കെ വന്നു കഴിഞ്ഞ് ഏലത്തോട്ടത്തിലെ തൊഴിലാളി നിരന്തരമായി സമരം സംഘടിപ്പിച്ച്, തോട്ടം തൊഴിലാളിയെ സംഘടിപ്പിച്ച് നിരന്തര സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഒരു 68, 69, 70, 70, 71, 72, 73, 74, 75 ആയപ്പോൾ അടിയന്തരാവസ്ഥയായി. നിരന്തര സമരമായിരുന്നു ഏലത്തോട്ടങ്ങളിൽ. അന്ന് സംഘടിപ്പിച്ചത് ഒരു കാര്യവും നമ്മൾ പോകണമെന്നൊന്നുമില്ല. ഇവർ പോലീസിനെയും ഗുണ്ടകളെയും കൂടെ വെച്ച് നമ്മളെ നേരിടും വേണ്ടി വന്നു. അതാണ് കേസ്. ഞാൻ സ്ഥലത്ത് പോലും പോകണമെന്നില്ല, കേസിൽ പ്രതിയായിരിക്കും. നമ്മൾ ഒന്നാം പ്രതിയായിരിക്കും. ഈ പോലീസ് കേസെടുക്കുന്നതൊക്കെ പറഞ്ഞാൽ പത്രമൊക്കെ എഴുതുമ്പോൾ ഉണ്ടല്ലോ, ഏതാണ്ട് വലിയ ഭയങ്കര ജനാധിപത്യപരമായിട്ടാണെന്നാണ്. അങ്ങനെ ഒരു ജനാധിപത്യവും ഇല്ല. അവരാ തോട്ട ഉടമ പിന്നെ ഒരു മൊഴി കൊടുക്കും. ഇന്ന ആളുകളുണ്ടായിരുന്നു, ലിസ്റ്റ് തയ്യാറാക്കിയും കൊടുത്തിട്ട് ഉണ്ടായിരുന്നു. അവർ വന്നത് എൻ്റെ കെട്ടിടം അടിച്ച് തകർത്തു, അല്ലെ എന്നെ ഉപദ്രവിച്ചു, അല്ലെ ഭീഷണിപ്പെടുത്തി, നാശനഷ്ടം വരുത്തി. കേസ് സ്ത്രീകളടക്കം 10, 100, 50, 75 പേര് വീതമുള്ള കേസാണ്. എൻ്റെ പേരിൽ എന്തേരം കേസെടുത്തെന്ന് എനിക്ക് തന്നെ തിട്ടമില്ല. പക്ഷേ അതെല്ലാം വലിയ മാറ്റം തോട്ടങ്ങളിൽ കൊണ്ടുവന്നു. കൂലി, ആനുകൂല്യം, മിനിമം വേജസ്, ഇന്ന് നിലവിലുള്ള നിയമങ്ങൾ, ഇതെല്ലാം ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി നേടിയെടുത്ത. ഇടുക്കിയിലെ ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കേരളത്തിലെ മറ്റു ജില്ലകളിലെ ജനങ്ങൾക്ക് അറിയില്ല. അതിപ്പോഴും അറിയില്ലല്ലോ. ഇപ്പം എന്നാണെന്നറിയോ, അത് മുഴുവൻ ആളുകൾ മുഴുവൻ കയ്യേറിയതെന്നാണ് പറയുന്നത്. അതൊന്നും ഒരടിസ്ഥാനവുമില്ല. കയ്യേറിയതും ഉണ്ട്, അത് സത്യമാണ്. പക്ഷേ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിച്ച് കയറ്റി കോളനികളുണ്ടാക്കി. പട്ടം കോളനി എന്നൊക്കെ പറഞ്ഞാൽ പട്ടം സ്ഥാപിച്ച, പട്ടം താണുപിള്ളയുടെ കാലത്ത് സ്ഥാപിച്ചതാണ്. അത് അദ്ദേഹത്തെയൊക്കെ പ്രകീർത്തിക്കണം. അദ്ദേഹത്തിൻ്റെയൊക്കെ നാമത്തിൽ അവിടെ സ്മാരകമൊക്കെ ഉണ്ട്. ഓരോ ഘട്ടത്തിലും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവിടെ വന്നിരിക്കുന്നത്, കയറിയിരിക്കുന്നത്.